ഇതൊക്കെ ആൾക്കാർ വന്നിട്ട് സ്റ്റേ ചെയ്ത് വീടുകളാണ്. ഈ കാണുന്നതെല്ലാം അപ്പുറം ഇപ്പുറയും വീടുകളാണ്. ഇവിടെ നിങ്ങൾ കേൾക്കാം, നമ്മുടെ കൂടെ മച്ചാൻ വരുന്നുണ്ട്. യെസ് ക്യാ പോസാ കവി, അടിപൊളി. വാവ് വാവ് വാവ്. ആ വാ കം. ഇതൊക്കെ ഓരോരോ വില്ലേജ് മൊത്തം ഇങ്ങനെ കണക്റ്റഡാണ്. ഇതെല്ലാം ഹോം സ്റ്റേസാണ്. ഞങ്ങൾ ഇന്നലെ കിടന്ന ഹോം സ്റ്റേക്ക് ഡബിൾ ബെഡുള്ളത് കൊണ്ട് 3000 രൂപ കൊടുത്ത് ചീപ്പായിട്ടും കിട്ടും കേട്ടോ. നമ്മളത് ബാർഗെയിൻ ചെയ്ത് വാങ്ങുവാണെങ്കിൽ ചീപ്പായിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ കം കെവി കം. പാനി ലീക്ക് ഓരേ ഹമേ ദേഖാ കം. നമ്മളിന്നലെ വൈകുന്നേരം വന്നപ്പോൾ 6:45 6:30 അപ്പം പിന്നെ ഒത്തിരി ബാർഗെയിനും കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. കിട്ടിയ റൂമിനകത്ത് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ നല്ല റൂമാണ്, പക്ഷേ നമ്മൾ പറഞ്ഞ കൂട്ട് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ കൂടിപ്പോയ ഒരു 20 ഡിഗ്രി. പിന്നെ ഇവിടെ വരുമ്പം നമ്മൾ റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ജനറേറ്റർ ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഭയങ്കര വോൾട്ടേജ് കുറവാണ്. അപ്പം ഫാനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് നോക്കി വാങ്ങണേ. അതായത് ഇവിടെ ജനറേറ്റർ ചില വീടുകളിൽ ജനറേറ്റർ ഇല്ല. നമ്മളൊക്കെ തരുന്ന ഹോം സ്റ്റേയിൽ ജനറേറ്റർ ഉണ്ടാകത്തില്ല. അപ്പം ജനറേറ്റർ ഉള്ള ഹോം സ്റ്റേ എടുക്കണം. ചിലപ്പോൾ ഇവിടെ കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഇൻസൈഡ് നമ്മുടെ മെയിൻ ഹൈവേ എന്ന് ഏകദേശം നമ്മൾ 20 കിലോമീറ്റർ അകത്തേക്ക് വന്നപ്പോഴാണ് ഈ വില്ലേജ് മൗളിയാങ് എന്ന് പറഞ്ഞ വില്ലേജ്. ഈ വില്ലേജ് അറിയപ്പെടുന്നത് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് എന്നാണ്. ഇവിടെ അങ്ങനെ ഒരു സാധനങ്ങളോ ഒരു വേസ്റ്റ് മറ്റേ പ്ലാസ്റ്റിക് വേസ്റ്റോ ഒരു സാധനങ്ങളോ എല്ലാം അവർ നാച്ചുറലായിട്ട് വെച്ചു. കെവി കം കെവി അങ്ങ് ഓടിപ്പോയി കേട്ടോ. ഞാനിങ്ങനെ വർത്താൻ പറഞ്ഞപ്പോഴും കെവി കം ഫാസ്റ്റ് ഓടിവാ. ഇത് എവിടെയാണ് എൻ്റെ എഴുതി വെച്ചേ. ഇത് ഇവരുടെ ഭാഷയിലായിട്ട് എഴുതി വെച്ചാണ്. മൗ ഡോർ ബാർ അയെ ഉൻ യുമാം ലാജേർ. ഇവരുടെ ഭാഷയിലായിട്ട് എഴുതി വെച്ചേക്കണേ. ഇതൊരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. എന്താ